നിങ്ങൾ ഏതെങ്കിലും EU കൺട്രിയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ യാത്ര ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ കാർഡില്ലാതെ നിങ്ങൾ യാത്ര ചെയ്യരുത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാർഡ്, GHIC കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ EHIC എന്നുള്ള സാധനമായിരുന്നു, അതായത് യൂറോപ്യൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡായിരുന്നു. ഇപ്പോൾ അത് വന്നിട്ട് പേര് മാറ്റി ഇപ്പോൾ ഗ്ലോബൽ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എന്നാക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ NHSൻ്റെ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്ന സംഭവമാണ്. അപ്പം നമ്മൾ ഒരുപാട് ചാർജിങ് വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നും നമ്മൾ വേറെ കറക്റ്റായിട്ടുള്ള ലിങ്കിൽ അപ്ലൈ ചെയ്യുക, ഫ്രീ ഓഫ് കോസ്റ്റ് അവർ വീട്ടിലേക്ക് നമുക്ക് അയച്ചു തരും. ഇപ്പം നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ കാർഡ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ EU കൺട്രികളോ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡോ വിസിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മെഡിക്കലി നെസസറി സ്റ്റേറ്റ് പ്രൊവൈഡഡ് ഹെൽത്ത് കെയർ ആക്സസ് ചെയ്യാനായിട്ടാണ് കാർഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എന്താണ് മെഡിക്കലി നെസസറി ഹെൽത്ത് കെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ A&E ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ NHSലെ A&Eയിൽ പോകുമെന്ന് പറയില്ലേ, ആക്സിഡൻറ്റ് എമർജൻസി. അപ്പോൾ അതുപോലെ തന്നെ അവിടെയുള്ള A&Eയിൽ പോകുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ഒരു പ്രീ എക്സിസ്റ്റിങ്ങോ അല്ലെങ്കിൽ ലോങ് ടേം എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ട്, അതേപോലെ തന്നെ മെറ്റേണിറ്റി റെഗുലർ ചെക്കപ്സ് കാര്യങ്ങൾ, പിന്നെ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡയാലിസിസ്, കീമോതെറാപ്പി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ചില കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ ആർക്കാണ് UK GHIC കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ UKയിൽ ലീഗലായിട്ട് താമസിക്കുകയും അതുപോലെ തന്നെ EU കൺട്രി സ്വിറ്റ്സർലൻഡ് പ്രൊവൈഡ് ചെയ്യണ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതുപോലെയുള്ള UK അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാം.